പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ഡോഗ് ഷെൽട്ടർ പട്ടണത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയത്തിൽ അംഗങ്ങൾ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും പ്രാദേശികമായി ഉയരുന്ന എതിർപ്പുകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തരുതെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. രാഷ്ട്രീയമായി എതിർപ്പ് ഉന്നയിച്ചിട്ടില്ലെന്നും പ്രദേശവാസികളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വാർഡ് കൗൺസിലർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നും LDF. പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത് പദ്ധതി നടപ്പാക്കണമെന്ന് BJP. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അജണ്ടയിൽ നടന്ന ചർച്ചയിലാണ് ഡോഗ് ഷെൽട്ടർ വിഷയത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ആവശ്യപ്പെട്ടത്. പട്ടണത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയത്തിൽ അംഗങ്ങൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. നഗരസഭ താൽപര്യപത്രം ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിബന്ധനകൾക്ക് വിധേയമായ സ്ഥലമാണ് ഡോഗ് ഷെൽട്ടറിനായി കണ്ടെത്തിയത്. എന്നാൽ പ്രാദേശികമായി ഉയർന്ന എതിർപ്പിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. പ്രദേശവാസികളെ ബോധ്യപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അംഗങ്ങൾ കാണിക്കണമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾ രാഷ്ട്രീയമായി എതിർപ്പ് ഉന്നയിക്കുകയോ പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് LDF അംഗങ്ങളായ KS പ്രസാദ്, വിഷ്ണു പ്രഭാകരൻ എന്നിവർ പറഞ്ഞു. സ്ഥലവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ചെയർമാൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ കാണാനിടയായത്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രദേശവാസികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയാതെ പോയത് അവരുടെ വീഴ്ചയാണെന്നും LDF അംഗം വിഷ്ണു പ്രഭാകരൻ പറഞ്ഞു. ഡോഗ് ഷെൽട്ടർ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും പ്രദേശവാസികളെ കൂടി വിശ്വാസത്തിലെടുത്തു വേണം നിർമ്മാണം പൂർത്തീകരിക്കാനെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു പറഞ്ഞു. മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ ആളുകളെന്നുള്ളതിലേക്ക് ഞങ്ങളെ കൗൺസിൽ അപ്പോൾ ഈ പറയുന്ന ഭൂമിയിൽ 4 ഭാഗം തൊട്ട് നമുക്ക് കാണാവുന്ന കാർത്തികോണ വഴിയുടെ പാടത്തിനോട് കൂടി ചേർന്ന് എടുക്കുന്ന കാൽപ്രദേശം ഈ 4 ഭാഗം ഈ പറയുന്നതാണ്. അപ്പൊ ചെയർമാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടും കാര്യമായിട്ടാണ് ഞങ്ങൾ നേരിട്ട് കണ്ടത്. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിട്ടിട്ട് കുറെ ആളുകൾ സംഘടിപ്പിച്ചതല്ല. അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ആയാലും അല്ലെങ്കിൽ മറ്റേ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ആളുകൾ ഉൾപ്പെടെ പൊതുജനങ്ങളെ അശ്വതി ഉൾപ്പെടെയുള്ള പാർട്ടി ഇത് തന്നെ ഉണ്ടാവുന്നു. നിങ്ങളുടെ ഭരണസമിതിയുടെ വാർത്തകൾക്ക് ഡോക്ടർമാരുൾപ്പെടെ ചിന്തന്റെ വ്യക്തികൾ ഇടപക്ഷത്തിന്റെ വ്യക്തികൾ നിങ്ങൾ എന്ത് നിൽക്കുന്നത് അവിടുത്തെ ബന്ധപ്പെട്ട 2 നമ്മൾ താല്പര്യം ക്ഷണിച്ചു. 2 അപേക്ഷ കിട്ടി. അത് 2 പരിപാടികളാണ്. ആ വാർഡില് ഒരു പ്രത്യേക വാർഡ് സഭ ഇതിനു വേണ്ടി മാത്രമായിട്ട് പിടിച്ചുകൂട്ടാണ്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഈ ഇതിന്റെ കാര്യങ്ങൾ അറിയില്ല. പല ആളുകളും പറഞ്ഞു കൊടുക്കുന്നത് പല രീതികളാണ്, തെറ്റിദ്ധാരണയാണ്. ചിലർ പട്ടിണി കിട്ടുമ്പോയി പാർട്ടിക്കണം. എന്നാൽ ഉറപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കാര്യം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ സ്ഥിതി, അവിടുത്തെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ക്യാരക്ടർ കാര്യങ്ങൾ എന്താണ് പോകുന്നത്, ആ ഭാഗത്തെ ജനങ്ങൾക്ക് പലരും പല കാര്യങ്ങളും പല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും. എല്ലാം അവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതിലും താല്പര്യമില്ല. നമ്മുടെ ആളുകൾ ഒരുപാട് സംഭവിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായി ഡോക്ടർ എടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെടുക്കുന്ന ആളുകളും കാര്യങ്ങൾ കൊടുത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പെരുമാറുന്നത് അടിയേറ്റിട്ട് ദേവസ്വപാല മാത്രം ചെയ്യാം. എല്ലാ നായകളെ പിടിച്ച് നായ കഴിക്കും. കഴിക്കുന്ന ആളുകൾക്ക് പേരറിയില്ല. നമുക്ക് സംവിധാനം വേണമെങ്കിൽ ഉണ്ടാക്കാം. പേരറിയില്ലാന്ന് ഉറപ്പുവരുത്താം. ഇവിടെ നായ കഴിയില്ലെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ മാർഗത്ത നമുക്ക് ചെയ്യാവുന്ന മാർഗം ABC നടപ്പാക്കാൻ ആനുവൽ വർക്ക് നമ്മളോട് നടപ്പാക്കണമെങ്കിലും ഷെൽട്ടർ വേണം. ഷെൽട്ടർ ഇല്ലാതെ പറ്റില്ല. അതിനാഴ്ച താമസിപ്പിക്കണം, അതിനെ ബന്ധീകരിക്കണം, അതിനുശേഷം മരുന്ന് കൊടുത്ത് അതിനെ പുറത്തേക്ക് വിടാനായിട്ട് ഈ ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ താല്പര്യപത്രം ക്ഷണിച്ചു. ഡോഗ് ഷെൽട്ടർ പണിയാനായിട്ട് സ്ഥലം വാടകയ്ക്ക്
125 മീറ്റർ വീടുകൾ വീടില്ല. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ ഡെൻസിറ്റി ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനം. ഒരു സ്ക്വയർ കിലോമീറ്റർ 2700 ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എവിടെയൊക്കെ സാധിക്കുന്ന സ്ഥലത്തൊക്കെയാണ് മനുഷ്യവാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ പാടത്തുനിന്ന് ആളുടെ പ്രേമപാറയിലെ വാണിയുന്ന ആളുകളുടെ നമ്മുടെ പകരൂരിലൂടെ താമസിക്കുന്നതിൻ്റെ കാരണം തന്നെ ബാക്കി അവിടെ വേറെ സ്ഥലങ്ങളിലൂടെ താമസിക്കുന്ന വരില്ലേ. എന്തുകൊണ്ടാണ് അവർ മാറി താമസിക്കുന്നത്? ഒരു മഴ പെയ്യുമ്പോൾ പട്ടണത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡായ ക്രൈസ്റ്റ് കോളേജ് റോഡ് ആഴ്ചകളോളം അടച്ചിട്ടു. ഇപ്പോൾ തുറന്നു നൽകിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമല്ല. കാട്ടൂർ ബൈപ്പാസ് റോഡും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൂലം സഞ്ചാരയോഗ്യമല്ല. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന നിലയിലാണ്. ചെയർമാൻ നടത്തുന്നത് പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും PV ശിവകുമാർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഡിസംബറിൽ പുതിയ മുനിസിപ്പൽ കൗൺസിലുകൾ അധികാരത്തിലെത്തിയെങ്കിലും ടാറിന്റെ വില നിശ്ചയിച്ചു നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ലെന്ന മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി പണത്തിന്റെ അവസാന ഗഡു നൽകാതിരുന്നതും പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചു. മുനിസിപ്പൽ കൗൺസിലുകൾക്ക് ഭരണാനുമതി മാത്രമാണ് നൽകാൻ കഴിയുന്നതെന്നും സാങ്കേതിക അനുമതി നൽകേണ്ട ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള കാലതാമസവും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ടാർ വില അടിയന്തരമായി നിശ്ചയിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രിതലത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും MP ജാക്സൺ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മളൊക്കെ പറയുന്നത് ഒന്നും നടക്കാത്ത മുനിസിപ്പാലിറ്റിയിൽ കാരണം കൗൺസിലർമാർ ആയതുകൊണ്ട് ജനങ്ങൾ പരാതി ഇങ്ങനെ പറഞ്ഞു വരാം. വലിയ ട്രാഫിക് ബുദ്ധിമുട്ടായത് ബൈപ്പാസ് റോഡിൽ പോകാൻ പറ്റില്ല. അവിടെ പണി നടത്താനാണ് 6 മാസം കൊണ്ട് നിലവിലെങ്കിലും അതേപോലെ തന്നെ പഞ്ചായത്തും അതേപോലെ തന്നെ നമ്മള് ശ്രമിക്കും. അതുപോലെ കുറെ പ്രഖ്യാപനമുണ്ട്. ഈ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ആ ഗവൺമെന്റ് അധികാരത്തിൽ പോകുന്നതുവരെ ഒരു ടാറിന്റെ വില നിശ്ചയിച്ച് കലാകാരനോട് പണിയെടുപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ഉണ്ടായില്ല. ഞാൻ മുനിസിപ്പാലിറ്റി മാത്രമല്ല ഒരു സ്ഥലത്തും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. കുരുന്നതുപോലെ ലാസ്റ്റ് ഗഡു പദ്ധതി വീണ്ടും തന്നില്ല. മാർച്ച് 30-ാം തീയതി തരേണ്ട 3ാമത്തെ ഗഡു പദ്ധതി വീണ്ടും ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കലാകാരൻ പരിമിതാന്യം കലാകാരർക്ക് പണം കിട്ടാത്ത സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് കലാകാരർക്ക് പണി നടത്താനായിട്ട് നമുക്ക് വരില്ല. അപ്പോൾ 2 പ്രശ്നം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് തടസ്സമൊന്നും 1. 2, നമ്മുടെ ഈ വലിയ പദ്ധതികൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൗൺസിലിന് കൊടുക്കാൻ പറ്റും. ടെക്നിക്കൽ സാങ്ഷൻ നമ്മുടെ AXCക്ക് 30 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അതിന് മുകളിൽ ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകും. അവിടെ എക്സിക്യൂട്ടീവുകളുണ്ട്. അതായത് ജില്ലാ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ജില്ലയിലെ എല്ലാ ഇതുപോലെയുള്ള പദ്ധതികളുടെ പ്രവർത്തനവും അവിടെ വരിക. MLA ഫണ്ടിൻ്റെ MP ഫണ്ടിൻ്റെ അതുപോലെയുള്ള ബഡ്ജറ്റ് അലോക്കേഷനുള്ള ഫണ്ടുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ എക്സിക്യൂട്ടീവ് വരിക. അതിന് വലിയൊരു ഡിലിവറിയാണ്. നമ്മുടെ പോയി മാർഗങ്ങളുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ശരിയായിട്ട് വരാനും ഈ മാസമോടിൻ്റെയും ക്രൈസ്റ്റോളിൻ്റെയും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരാനൊക്കെ വലിയ കാലതാമസം ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് വലിയ താമസം വരിക. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നിട്ട് 2 മാസം 3 മാസം ആവുമ്പോൾ ഇപ്പോഴും ടാറിന്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് സാധിക്കില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നൊരു കോർ കമ്മിറ്റി അതുപോലെ ചെയ്യാൻ സാധിക്കില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പുനർനിയമനങ്ങൾ നടത്തുന്ന കാലത്ത് IAS ഓഫീസർമാരും മറ്റുള്ളവരൊക്കെ ഒരു പുനർക്രമീകരണങ്ങൾ നടക്കുകയാണ്. പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പ്രധാനപ്പെട്ട റോഡുകളൊക്കെ സ്ഥിതി റോഡുകൾ പറഞ്ഞു. ഞാൻ റോഡുകൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പോകണ റോഡും വേടുക്കർ റോഡ് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മധുരത്തായാലും കൊരട്ടിയിലായാലും റോഡും കുന്നുപിടിയായാലും വണ്ടികൾ ഒരു മണിക്കൂർ ബ്ലോക്കിലാണ് പറഞ്ഞത്. 5 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം
കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. 5 കൊല്ലം കഴിഞ്ഞ് ഇയാളെ മുനിസിപ്പാലിറ്റി പൂർവ്വകര പഞ്ചായത്ത് പോലും വേണുകര പഞ്ചായത്ത് റോഡ് പോലും റോഡ് പോലും ഇരിങ്ങാലക്കുട ബ്ലോക്ക് കാർഷിക സേവന കേന്ദ്രത്തിൽ കൂൺ കൃഷിയുടെ വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PD നെൽസൺ, വൃന്ദ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അംബുജ രാജൻ, പ്രസീന സജിയൻ, രജനി നന്ദകുമാർ, മണി സജിയൻ, KA സുരേഷ് ബാബു, K രാജേഷ്, KU വിജയൻ, അജിയൻ തറയിൽ, ഇരിങ്ങാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലനിറ ആഘോഷത്തിന് മുന്നോടിയായി നടന്ന കൊയ്ത്തുത്സവം കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, രാഘവൻ മുളങ്ങാടൻ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ സ്വന്തം ഭൂമിയിൽ യാതൊരുവിധ രാസമാലിന്യങ്ങളുമില്ലാതെ ജൈവ വളം മാത്രം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നെൽകൃഷി നമ്മുടെ ഇല്ലനിറയുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ടുള്ള നെല്ലാണ് നമ്മളിവിടെ ഇന്ന് കൊയ്തെടുക്കാൻ പോകുന്നത്. കൃഷി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മേഖലയിലും ഏറ്റവും ആവശ്യമായിട്ടുള്ള പദാർത്ഥം തന്നെയാണ്. കാരണം മനുഷ്യവർഗത്തിൻ്റെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കർഷകർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ കൃഷി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വലിയ ഒരു സന്ദേശമാണ് വരുന്ന തലമുറയ്ക്ക് മാതൃകയായിട്ട് കൂടൽമാണിക്യ ക്ഷേത്രം അതിൻ്റെ സ്വന്തം കരഭൂമിയിൽ തന്നെ കൃഷി ചെയ്ത് നെല്ലുൽപ്പാദിപ്പിച്ച് ഇല്ലനിറയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇല്ലനിറയുടെ കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ആനയൂട്ട് പോലെയുള്ള പരിപാടികൾ അതും തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടാകും. മറ്റ് കർക്കിടക രാമായണ മാസത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാവിധ സഹായവും ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്രം ജീവനക്കാരും ഓഫീസ് ജീവനക്കാരും വർഷങ്ങളായി ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനീഷ് സ്വാതന്ത്ര്യദിനം ഹരിതാഭമാക്കാൻ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ സമ്മാനിച്ചു. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ചെടികൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SI സൗമ്യയ്ക്ക് കൈമാറി. SI മനോജ്, ASIമാരായ
അൻവറുദ്ദീൻ, മെഹറുന്നീസ, സ്വപ്ന, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജോഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ തോമാച്ചൻ, സവീഷ്, തവനീഷ്, സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ മൂവീഷ് മുരളി, ഡോക്ടർ ഭാഗ്യേഷ്, ഡോക്ടർ വന്ദന എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും ലോറിയിലേക്ക് ചരക്ക് ഇറക്കുന്നതിനിടയിൽ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലോറി ഡ്രൈവർ മരണമടഞ്ഞു. കാട്ടൂർ സ്വദേശി എറിയാപറമ്പിൽ സജുകുമാറാണ് മരണമടഞ്ഞത്. 51 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. കാലിത്തീറ്റയ്ക്കുള്ള തവിടിന്റെ ചാക്കുകൾ ഗുഡ്സ് ട്രെയിനിൽ നിന്നും തൊഴിലാളികൾ ഇറക്കി ലോറിയിൽ കയറ്റുന്നതിനിടയിലായിരുന്നു സംഭവം. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ചാക്കുകൾ നനയാതിരിക്കുവാൻ ലോറിക്ക് മുകളിൽ കയറി ടാർപ്പായ ഇടാൻ ശ്രമിക്കുന്നതിനിടയിൽ തെന്നി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു വെള്ളിയാഴ്ച രാവിലെ മരണമടഞ്ഞത്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം പള്ളത്ത് സരസ്വതിയമ്മ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11:30 പാറമേക്കാട്ട് ശാന്തിഘട്ടിൽ നടക്കും. മാധവിക്കുട്ടി, രവിഗോപാൽ, ശാന്ത, ശ്രീലത, ബിന്ദു എന്നിവർ മക്കളും ഗീത, മോഹൻ, ബാലകൃഷ്ണൻ, ഉദയകുമാർ, പരേതനായ വിശ്വനാഥൻ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.